നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അന്ന് തന്നെ ചിലപ്പോൾ വരേണ്ടി വരുമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞിരുന്നു. വിനയൻ വീണ്ടും ചെന്ന് സമ്മർദ്ദം ചെലുത്തി കാണും. മോളെ, നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പോലീസ് മൊഴിയെടുക്കാൻ ഇങ്ങോട്ട് വരും. വേണ്ട അച്ഛാ, അത് വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ വരാം അച്ഛാ. മോളെ, തൽക്കാലം ഇത് വേറെ ആരും അറിയണ്ട. മഞ്ചാടി കോളേജിൽ കൊണ്ടുവിടാൻ പോകുമ്പോ മോളും കൂടി അച്ഛൻ്റെ ഒപ്പം വന്നാ മതി. ശരി അച്ഛാ. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അയാൾക്ക് കുടുംബ കോടതിയിൽ തെളിയിക്കാനുള്ള ബുദ്ധിയായിരുന്നു. അയാളുടെ കുഞ്ഞെന്റെ വയറ്റിലുള്ളപ്പോ കോടതി ഡിവോഴ്സ് അനുവദിക്കില്ലെന്നും ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കാണും. അവന് സാധ്യമായ വഴികളൊക്കെ അവൻ നോക്കട്ടെ മോളെ. നമ്മൾ സ്വീകരിച്ചത് നേരിന്റെ വഴിയാ. നീതിയും നിയമവും അതിന്റെ കൂടെ തന്നെ നിൽക്കൂ. മോള് ധൈര്യമായിട്ടിരിക്കും. അമ്മ എഴുന്നേറ്റ് ഈ പാല് കുടിക്കുക. എനിക്കെതിരെ പാല്? ഞാൻ നിന്നോട് പാല് വേണമെന്ന് പറഞ്ഞോ? അമ്മ ഒന്നും കഴിച്ചില്ല എന്ന് സോന പറഞ്ഞു. ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ ക്ഷീണമായിരിക്കും. നീ അവിടെ വെച്ചേക്ക്, ഞാൻ വേണേ കുറച്ച് കഴിഞ്ഞ് കുടിച്ചോളാം. ഇവനോട് സത്യന്റെ കാര്യം പറയാൻ പറ്റിയ സമയം ഇത്. ഇന്ദ്രനിടപെട്ട സത്യന് പ്രതിഭയെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അമ്മയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നമ്മുടെ സത്യനൊരു നല്ല ജീവിതം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. ഇതേ കാര്യം തന്നെ ഞാനും നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴാ സോന അങ്ങോട്ട് വന്നത്. സച്ചി സാറും ഗോകുലും എന്നോട് സംസാരിച്ച കാര്യം അമ്മ അറിയാനിടയില്ലല്ലോ. പ്രതിഭയുടെ കല്യാണം മുടങ്ങിയ കാര്യം സുധം വന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് സത്യന്റെ മുഖമാ. അവൻ പ്രതിഭയ്ക്കൊരു ജീവിതം കൊടുത്താ അവന് പുണ്യം കിട്ടുമെന്ന് സുധനും എന്നോട് പറഞ്ഞു. സത്യൻ അവളെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ സുധന് വാക്കും കൊടുത്തു. കുടുംബത്തിന് പറ്റിയ പെണ്ണ ഇന്ദ്ര പ്രതിഭ. സത്യനെ അവൾ പൊന്നുപോലെ നോക്കും. അവൾ അവന്റെ ജീവിതത്തിലേക്ക് വരുന്നതോടെ സത്യനും ഒരു ഉത്തരവാദിത്വവും കുടുംബസ്നേഹവും ഒക്കെ വന്നോളൂ. പക്ഷേ അമ്മ സത്യനോടൊരു വാക്ക് പോലും ചോദിക്കാതെ അമ്മ എന്തിനാ പ്രതിഭയുടെ അച്ഛന് വാക്ക് കൊടുത്തത്? അവൻ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കാതിരിക്കേണ്ട കാര്യം എന്താ ഇന്ദ്ര? ഒരിക്കൽ അവൻ അവളെ കല്യാണം കഴിക്കാൻ ഏറെക്കുറെ സമ്മതിച്ചായിരുന്നല്ലോ. ഇപ്പോ ചീരവും മനുഷ്യയൊക്കെ അവനെ വിട്ടു നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ സത്യനെ പിടിച്ച് പ്രതിഭയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താ അവന്റെ ജീവിതം ഭദ്രമാവും. എടാ, ഒരു ഏട്ടൻ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിനക്കില്ലേ ഇന്ദ്ര? അവന് നല്ലൊരു ലൈഫ് ഉണ്ടാവണമെന്ന് തന്നെയാ അമ്മ എന്റെ ആഗ്രഹം. പക്ഷേ ഇതിനെന്താ കുഴപ്പം? ഒരു രണ്ടാം കെട്ടുകാരനായി അവന് ഇതിലും നല്ല ബന്ധം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇന്ദുവിന്റെ കാര്യം ഇപ്പൊ അമ്മയോട് പറഞ്ഞ സച്ചി സാറിനോടുള്ള ദേഷ്യത്തിൽ അമ്മ ചിലപ്പോ ആ ആലോചന പുച്ഛിച്ച് തള്ളിക്കളയും. തൽക്കാലം അത് പറയാതിരിക്കുന്നതാവും നല്ലത്. നീ എന്താ ഇന്ദ്ര ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. അമ്മ തൽക്കാലം ഈ വിഷയം സത്യനോട് പറയണ്ട. നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അത് മതി. ഞാൻ പറഞ്ഞാൽ അവൻ ഇതെടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ തന്നെ അവനോട് ഇത് ആദ്യം സംസാരിക്കണം. ശരി, അമ്മ പാൽ കുടിച്ചിട്ട് കിടന്നു. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ശരി.
വിളിക്കുന്നതേ നിന്റെ ഭാര്യയാണെങ്കിലേ ഇതൊന്നും അവളോട് പറഞ്ഞേക്കല്ലേ. കഴിയുന്നതും എടുക്കാതിരിക്കുന്ന നല്ലത്. അമ്മ എന്താ കഴിക്കാതെ? ഞങ്ങളെടുത്ത തീരുമാനം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ ഇഷ്ടപ്പെടും? ഒരു ഡോക്ടറുടെ കൂടെ പോയി ജീവിക്കേണ്ട മകള് പറയത്തക്ക ജോലി പോലും ഇല്ലാത്തൊരു രണ്ടാം കെട്ടുകാരന്റെ ഭാര്യയായി ജീവിക്കുന്നത് കാണാൻ ഏതെങ്കിലും ഒരു അമ്മ ഇഷ്ടപ്പെടുവോ ഗോകുലെ? ഒരു വർഷത്തോളം ഇന്ദുവിന്റെ കല്യാണം നീട്ടിക്കൊണ്ടു പോയത് നിങ്ങളുടെ കല്യാണം ഒരുമിച്ച് നടത്താൻ വേണ്ടിയായിരുന്നില്ലേ? അത് നടന്നില്ല. ഈ കുടുംബത്തിന് ഇങ്ങനൊരു യോഗം വന്ന് ചേർന്നല്ലോ. അമ്മ വിഷമിക്കാതെ. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെന്താ? ഡോക്ടറും എഞ്ചിനീയറും വലിയ കാശുകാരനൊന്നും ആവണ്ടമ്മേ. സ്നേഹവും വിശ്വാസമുള്ള ഒരാളായിരുന്നാ മതി. സത്യേട്ടന്റെ കൂടെ എനിക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്നുള്ള വിശ്വാസമുണ്ട്. അതുപോരെ അമ്മയ്ക്ക്? നീ സത്യനൊരു ജോലിയില്ലാന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ജോലി ചെയ്യാനുള്ളൊരു മനസ്സവനുണ്ട്. ദൈവം സഹായിച്ച് എത്രയോ ബിസിനസ് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നോക്കി നടത്താൻ സത്യനെ ഏൽപ്പിച്ച താമസിയാതെ അവനും നമ്മുടെ കൂട്ടത്തിൽ നല്ലൊരു ബിസിനസ്സുകാരനായി അറിയപ്പെടും. എന്നാലും എന്റെ മകളുടെ കല്യാണം മുടക്കിയ ആ വൃത്തികെട്ട സ്ത്രീയെ ഞാനിനി ബന്ധുവായിട്ട് ഇവിടേക്ക് സ്വീകരിച്ച് എഴുന്നള്ളിക്കണ്ടേ? ബാക്കിയൊക്കെ പോട്ടേന്ന് വെച്ചാലും ആ സ്ത്രീയെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അമ്മ ഇനി കാണാൻ പോകുന്നത് പഴയ സുശീലാന്റി ആയിരിക്കില്ല. നമ്മുടെ ബന്ധുവായി വരുന്ന പുതിയൊരു സുശീലയായിരിക്കും. അവരെ നേരിടാൻ അമ്മയ്ക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലേടി? സമയാവട്ടെ. അവരിതുവരെ കാണാത്ത ഒരു മരുമകളെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നീ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോ? എടി, കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാതെ എങ്ങനെയാ? കുറച്ചു ദിവസം എന്തായാലും അവളോട് പോയി താമസിക്കേണ്ടി വരുമല്ലോ. ഇന്ദ്രൻ അവന്റെ അമ്മയോട് സംസാരിച്ച് കാണുമോ? നാളെ അറിയാം. അമ്മയിരുന്ന് കഴിക്കേ. ഇരിക്കമ്മേ. ഇരിക്കും. എന്റെ സാവിത്രി, കല്യാണമൊക്കെ നടക്കും, നീ ടെൻഷൻ അടിക്കല്ലേ. ഇരിക്കുന്നേ, ഇരിക്ക. ഇനി വല്ലതും വേണോ? വേണ്ട. കഴിക്ക്. അമ്മ കഴിക്കും. നമസ്കാരം. ഗുഡ് മോർണിംഗ് ഇന്ദിര. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ ഷോപ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ അങ്കിൾ വിളിച്ചത്. അതാ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ കാണാമെന്ന് പറഞ്ഞു. ഓക്കെ. അതെനിക്ക് സൗകര്യ. അവിടെ വേറെ ആരും ഇല്ലല്ലോ. വീട്ടിൽ വന്നാ ഞാൻ ഇന്ദിരന് ചായ ഉണ്ടാക്കി തരേണ്ടി വന്നു. എന്താ അങ്കിളെ ഇത്ര കാലത്ത് തന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞത്? ഇന്ദിരന് അറിയാവുന്ന കാര്യം തന്നെയാ. ഇന്ന് അമ്മയും കൊണ്ട് ഇന്ദിരൻ സച്ചിൻ വീട്ടിൽ പോകുന്നുണ്ടോ? അത് ടെൻഷൻ വേണ്ട, ബി കൂൾ. കാര്യങ്ങളൊക്കെ എനിക്കറിയാം. സച്ചിൻ ഗോകുലും ഞാനോട്ട് ആലോചന ശേഷമാണ് ഇന്ദിരനെ കണ്ടത്. ഓ, അതെനിക്കറിയില്ലായിരുന്നു അങ്കിൾ. ഇന്ന് തന്നെ ഒരു മറുപടി കൊടുക്കാമെന്ന് ഞാൻ സച്ചി സാറിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഈ കാര്യം അമ്മയോട് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അങ്കിൾ. അതെന്ത് പറ്റി? ഇത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ. മറ്റെന്തിനേക്കാൾ മുൻഗണന ഇതിനല്ലേ കൊടുക്കേണ്ടത്? അങ്കിൾ, ഞാനിത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അമ്മയുടെ മനസ്സിൽ സുധനങ്ങളുടെ മകൾ പ്രതിഭയെ സത്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം. പ്രതിഭ